നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡിൽ ലിയോ മെസ്സിയെക്കുറിച്ച് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ അടുത്ത വേൾഡ് കപ്പിലും അദ്ദേഹത്തിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ 2018 വേൾഡ് കപ്പ് മത്സരം കഴിഞ്ഞപ്പോൾ ഒരു കമൻ്ററി പറയുന്നത്, അതായത് ഫിഫയുടെ ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഒരു കമൻ്ററി പറയുന്നതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് മത്സരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2018. അപ്പോൾ നമ്മൾ വെറുതെ മെസ്സിയെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് എന്ന തരത്തിലൊക്കെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ ആ കമൻ്ററി കൃത്യമായിട്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെസ്സിയുടെ കരിയർ എങ്ങനെ അതിനുശേഷം മാറി എന്നുള്ളത് ഇത് ചേർത്ത് വായിക്കണം. ഫ്രാൻസിനോട് തോൽക്കുന്നു ആ ഒരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ അർജൻറ്റീന. അതിനുശേഷമുള്ള കമൻറ്റേറ്റർ കളി കഴിഞ്ഞ ഉടനെ മെസ്സി ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു ടി വിയിൽ. എന്നിട്ട് കമൻറ്റേറ്റർ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണം നിങ്ങൾ. Lionel Messi's final World Cup match surely, and maybe his final game for his country. He'll be 35 the next time the World Cup comes around. It's the coming of age party. അതാണ് ആ കമൻറ്റേറ്റർ അന്ന് പറഞ്ഞത്. കൃത്യമായിട്ട് നിങ്ങൾ കേട്ടല്ലോ. അതായത് Messi's last match in the World Cup surely, and maybe his last match for his national team. He will be 35 years old by the time the next World Cup comes around in Qatar എന്നാണ് കമൻറ്റേറ്റർ പറയുന്നത്. അതായത് ലയണൽ മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ് മത്സരമാണിത്, ഷുവർലി ഉറപ്പാക്കി അങ്ങ് പറയുകയാണ് കമൻറ്റേറ്റർ. എന്നിട്ട് ഒരു പക്ഷേ മെയ്ബി ഹിസ് ലാസ്റ്റ് മാച്ച് ഫോർ ഹിസ് നാഷണൽ ടീം, അദ്ദേഹത്തിൻ്റെ അർജൻറ്റീനക്കായിട്ടുള്ള അവസാന മത്സരവുമായേക്കാം ആ മത്സരം എന്നാണ് പറയുന്നത്. 2018 അത് അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമായേക്കാം. എന്നിട്ട് പറയുന്നു അടുത്ത വേൾഡ് കപ്പ് ഖത്തറിൽ വരുമ്പോഴേക്കും അദ്ദേഹത്തിന് 35 വയസ്സാവില്ലേ. അപ്പോൾ അങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ്, 35 വയസ്സാകും, അതുകൊണ്ട് അടുത്ത വേൾഡ് കപ്പ് ലിയോ മെസ്സിക്ക് കളിക്കാൻ പറ്റില്ല, ഇത് മെസ്സിയുടെ അവസാന മത്സരമാണ്. മെസ്സിയെ എത്രത്തോളം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് അന്ന് ഫുട്ബോൾ നിരീക്ഷകർ കാര്യങ്ങൾ കണ്ടിരുന്ന് നോക്കുക. ആ കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 4-3 അർജന്റീന ഫ്രാൻസിനോട് തോൽക്കുന്നത്. ഗ്രീസിയും പവാർഡും ഗോളടിച്ചു. എംബാപ്പയുടെ കിടിലൻ ബ്രേസ് ഉണ്ടായിരുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി ഡിമരിയയും ബെർക്കാഡോയും കളിയുടെ അവസാനത്തിൽ അഗ്യൂറോയും ഗോളടിച്ചു. 4-3 തോറ്റ് അർജന്റീന പുറത്താവുകയായിരുന്നു അന്ന് ചെയ്തത്. ലിയോ മെസ്സി ഇങ്ങനെ തൻ്റെ ഹിപ്പിലൊക്കെ കൈ കൊടുത്ത് നിരാശനായി നിൽക്കുന്ന ആ രംഗം ഫോക്കസ് ചെയ്തുകൊണ്ട് കമൻറ്റേറ്റർ പറയുന്നു, ഇത് ഷുവർലി മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് മത്സരമാണ്. മെസ്സിയെ അങ്ങനെ അങ്ങ് എഴുതി തള്ളേണ്ട. അതാണ് ഞാനിപ്പോഴും പറയുന്നത്. അവിടെ നിന്ന് 4 വർഷങ്ങൾ കഴിയുമ്പോൾ ഖത്തറിൽ എന്താ സംഭവിച്ചത്? ഖത്തറിൽ ആ കിരീടം ഉയർത്തി ലിയോ മെസ്സി, ഇല്ലേ? മികച്ച താരമായിട്ട് ആ കിരീടം ഉയർത്തി അങ്ങ് പോയി. സോ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. 4 വർഷം മുമ്പ് അദ്ദേഹം ആ കിരീടം ഉയർത്തുന്നു. 7 വർഷം മുമ്പാണ് ഈ ഒരു കമൻട്രി വരുന്നത്. 7 വർഷം മുമ്പാണ്, അത് എക്സാക്ട്ലി 7 വർഷം മുമ്പാണ് ഒരു റഷ്യയിൽ നടന്ന വേൾഡ് കപ്പിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം അദ്ദേഹം കിരീടം ഉയർത്തി. ഇനിയും ഒരു 4 വർഷം കൂടി കഴിയുമ്പോൾ ഈ കമൻറ്റേറ്റർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അത് മാത്രമേ നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.